ക്രിസ്മസ് ദിവസം കുഞ്ഞോമനയ്ക്ക് സമ്മാനിക്കാൻ വാങ്ങിയ കുഞ്ഞുടുപ്പും ക്രിസ്മസ് തൊപ്പിയും ബലൂണും ഒക്കെ അടങ്ങുന്ന ഒരു സമ്മാനപ്പൊതി അത് വഴിയിൽ കളഞ്ഞു പോയെന്ന് കരുതുക. എത്ര സങ്കടമാകും അതല്ലേ? എന്നാൽ ആ പൊതി കളഞ്ഞു കിട്ടിയ ഒരാൾ അന്ന് രാത്രി തന്നെ ഒരുപാട് ദൂരം താണ്ടി ആ വീട്ടിലേക്ക് എത്തി ആ സമ്മാനം തിരികെ കൊടുത്താലോ? അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വാർത്ത നമുക്ക് കാണാം. അതോടുകൂടി തന്നെ നമ്മുടെ ഈ ന്യൂസ് ആഫ്റ്റർനൂണിന്റെ ഈ മണിക്കൂറോടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇത് ഗൗതം. അവന്റെ ഈ സന്തോഷച്ചിരിയിൽ ഒരു സ്നേഹത്തിന്റെ കുഞ്ഞു കഥയുണ്ട്. ഒരു പകലിന്റെ സ്നേഹാന്വേഷണത്തിന്റെ ഒരു ചെറുകഥ. ക്രിസ്മസ് സന്ദേശത്തിന്റെ സത്തയുടെ ഒരു ചെറുതുള്ളി. കോട്ടയം വാഴപ്പള്ളിയിലെ ഒരു പൊതുപ്രവർത്തകനാണ് പ്രമോദ് തുണ്ടിയിൽ. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ചങ്ങനാശ്ശേരി വേഴക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ പ്രമോദ് കാർ ഓടിച്ചു പോകുമ്പോൾ മുന്നിൽ പോയിരുന്ന ടൂ വീലറിൽ നിന്ന് ഒരു കവർ തെറിച്ചു വീഴുന്നത് കണ്ടു. ടൂ വീലർ യാത്രികൻ ഇതറിയാതെ ഓടിച്ചുപോയി. വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നപ്പോൾ കവറിൽ കുഞ്ഞുടുപ്പും ക്രിസ്മസ് തൊപ്പിയും ബലൂണുകളും. ഏതോ ഒരു അച്ഛൻ തന്റെ കുഞ്ഞുമകന് കരുതിയ സമ്മാനം വഴിയരികിൽ നിന്നും കളഞ്ഞുകിട്ടി. ഇതിനായി കണ്ണുനട്ട് എവിടെയോ ഒരു കുരുന്നുണ്ടാകാം. ഇത് എത്തേണ്ട കൈകളിലെത്തണം. അതിനായി ഷെയർ ചെയ്ത് സഹായിക്കണം. ഈ സ്നേഹത്തിന്റെ കുഞ്ഞുകഥ തുടങ്ങുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. ചെറിയ സമയത്തിനുള്ളിൽ 4000-ലധികം പേർ കുറിപ്പ് പങ്കുവച്ചു. പോസ്റ്റിന് താഴെ നിറയെ അന്വേഷണങ്ങൾ, പരതലുകൾ, സമ്മാനപ്പൊതിയുടെ ഉടമയെ കണ്ടെത്താൻ നിർദ്ദേശങ്ങൾ. ഒടുവിൽ വൈകുന്നേരമായപ്പോൾ ആളെ കണ്ടെത്തി. ഈ പോസ്റ്റ് കണ്ടാണ് ഞങ്ങളും പ്രമോദിനെ തേടി ചെന്നത്. ഞങ്ങൾ എത്തുമ്പോൾ സമ്മാനപ്പൊതിയുടെ ഉടമസ്ഥനെ തേടി പ്രമോദ് യാത്ര തുടങ്ങുകയായിരുന്നു. ഏതോ കോണിലുള്ള ആ അച്ഛനെയും മകനെയും ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമ്മാനം അവർക്ക് കൈമാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കും അവരോടൊപ്പം പോകാം. ആ സന്തോഷം നിങ്ങളെ കാണിക്കാൻ ന്യൂസ് മലയാളവും ഒപ്പം കൂടി. എന്നാൽ പ്രമോദ് എത്തിയപ്പോഴേക്കും കുഞ്ഞുടുപ്പിന്റെ അവകാശി ഉറങ്ങിപ്പോയിരുന്നു. അച്ചമ്മയും അച്ചച്ചനുമെല്ലാം കുഞ്ഞു ഗൗതമിനെ വിളിച്ചുണർത്തി. പാതിയുറക്കത്തിൽ അവൻ ആ സമ്മാനപ്പൊതി ചിരിച്ചുകൊണ്ട് വാങ്ങി ചേർത്തു പിടിച്ചു. അങ്കണവാടിയിലെ ക്രിസ്മസ് പരിപാടിക്ക് ഗൗതമിനിടാൻ വല്യച്ഛൻ വാങ്ങിയ കുഞ്ഞുടുപ്പും നിക്കറുമായിരുന്നു സ്കൂട്ടറിൽ നിന്ന് വഴിയിൽ വീണുപോയത്. തിരിച്ചു കിട്ടിയതിലെ സന്തോഷം ഗൗതമിന്റെ അച്ചമ്മ പറഞ്ഞു. ഇന്നലെ കൊണ്ടുവരേണ്ട സമ്മാനമാണ്. അത് ഇടയ്ക്ക് വെച്ച് അത് മിസ്സിംഗ് ആയി പോയി. അത് കാരണം കൊച്ചിൻ്റെ പേരപ്പയാണ് കൊണ്ടുവന്നത്. അപ്പം പേരപ്പയ്ക്കും ഭയങ്കര സങ്കടമായിപ്പോയി. അതുകൊണ്ട് രാവിലെ പോയി വേറെ കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് സെലിബ്രേഷന് വേണ്ടി കുഞ്ഞിനെ കൊണ്ടുപോയി. തിരിച്ച് ഞങ്ങൾക്ക് കിട്ടി. അത് ഭയങ്കര സന്തോഷമായി. കുഞ്ഞിച്ചിരി ഉറക്കത്തിലായിപ്പോയി. അതിനെ അങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. CPM ചങ്ങനാശ്ശേരി ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവും ബാലസംഘം ഏരിയ കൺവീനറുമാണ് പ്രമോദ്. അയാൾ ഇന്ന് യഥാർത്ഥ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് സമ്മാനപ്പൊതിയുമായി വരുന്ന സാന്റാക്ലോസായി. ചില നേരം ചില മനുഷ്യർ. എൻ്റെ മകന് 4 വയസ്സുണ്ട്. മോള് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് എനിക്കത് തോന്നിയത്. കാരണം ഒരു അച്ഛൻ അല്ലെ കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് സമ്മാനപ്പൊതി വഴിയിൽ നഷ്ടപ്പെടുന്നു. രാത്രി ഒരു 9 മണിയോടുകൂടി ആണ് ഞാൻ ഇത് 8 മണിക്ക് ശേഷം. അപ്പോൾ പിന്നീട് കടകളൊന്നും ഉണ്ടാവില്ല, രാത്രി വാങ്ങാനും പറ്റില്ല. പിറ്റേന്ന് രാവിലെ ഈ കുഞ്ഞ് എങ്ങനെ ആ ക്രിസ്മസ് സെലിബ്രേഷന് പോകും എന്നുള്ളൊരു ആശങ്ക, ആ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ വല്ലാണ്ടുണ്ടായിരുന്നു. പ്രമോദും മകളും തിരികെ വാഴപ്പള്ളിയിലെ വീട്ടിലേക്ക് സന്തോഷത്തോടെ യാത്ര തിരിച്ചു. മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മാനുഷർ പരസ്പരം സ്നേഹിക്കും, വിഹരിക്കും. എന്തിനു മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ
അല്ല മാത്രകൾ മാത്രം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.